ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്ന പാഠഭാഗം 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ വാങ്ക എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയത് ആൻ്റൺ ചെക്കോവാണ്. ആരാണ് ഈ ആൻ്റൺ ചെക്കോവ്? ആൻ്റൺ ചെക്കോവ് എ മേജർ റഷ്യൻ പ്ലെറൈറ്റ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട റഷ്യൻ നാടക രചയിതാവാണ്. ഈസ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മോഡേൺ ഷോർട്ട് സ്റ്റോറി. അദ്ദേഹം ആധുനിക ഷോർട്ട് സ്റ്റോറിയുടെ മാസ്റ്ററും കൂടിയാണ്. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദി എൻ്റയർ റേഞ്ച് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മനുഷ്യ മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരുന്നവയാണ്. ദ പ്രൊവോക്ക് ദി റീഡേഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. വായനക്കാരിൽ ചോദ്യങ്ങൾ ഉയർത്താൻ കഴിയുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. മോറോവർ ഹീ ഈസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി 19th century റഷ്യൻ റിയലിസ്റ്റിക് സ്കൂൾ. 10ാം നൂറ്റാണ്ടിലെ റഷ്യൻ റിയലിസ്റ്റിക് സ്കൂളിൻ്റെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ് ഇദ്ദേഹം. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 Sisters, ദ ചെറി ഓർച്ചാർഡ്, ലേഡി വിത്ത് ദ ഡോഗ്. ഈ 3 അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഇവിടെ നമ്മളെ കാട്ടിത്തരുന്ന ഒരു കൊച്ചുകുട്ടിയാണ് നമ്മളെ പരിചയപ്പെടുന്നത്. 9-year-old വാങ്ക സുഖോവ്. 9 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി. അവൻ്റെ പേര് വാങ്ക സുഖോവ് എന്നാണ്. ഹു ഹാഡ് ബീൻ അപ്രൻറ്റീസ് 3 months ago. 3 മാസം മുമ്പാണ് അവൻ അപ്രൻറ്റീസായിട്ട് വന്നത്. ആരുടെ അടുക്കലാണ് വന്നത്? ടു അല്യാക്കീൻ ദ ഷൂ മേക്കർ. അല്യാക്കീൻ ദ ഷൂ മേക്കറിൻ്റെ അടുക്കൽ ട്രെയിനി ആയിട്ട് വന്നയാളാണ് ഈ പയ്യൻ വാങ്ക സുഖോവ്. വാങ്ക സുഖോവ് who had been apprenticed 3 months ago to അല്യാക്കീൻ ദ ഷൂ മേക്കർ. അല്യാക്കീൻ എന്ന് പറയുന്ന ഷൂ മേക്കറിൻ്റെ അടുക്കൽ ട്രെയിനി ആയിട്ട് വന്നിരിക്കുന്ന കുട്ടിയാണ് വാങ്ക സുഖോവ്. ഡിഡ് നോട്ട് ഗോ ടു ബെഡ് ഓൺ ക്രിസ്മസ് ഈവ്. ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ഉറങ്ങാൻ പോയില്ല. എന്താ ഉറങ്ങാൻ പോകാഞ്ഞത്? ഹി വെയിറ്റഡ് ടിൽ ദ മാസ്റ്റർ ആൻഡ് മിസ്ട്രസ്. മാസ്റ്റർ മിസ്ട്രസും അതുപോലെ സീനിയർ അപ്രൻറ്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. അവരൊക്കെ പള്ളിയിൽ പോകാൻ നോക്കിയിരിക്കവൻ. ഹി വെയിറ്റഡ് ടിൽ ഹിസ് മാസ്റ്റർ ആൻഡ് മിസ്ട്രസ് ആൻഡ് ദ സീനിയർ അപ്രൻറ്റീസസ് ഹാഡ് ഗോൺ ടു ചർച്ച്. ഇവരെല്ലാവരും പള്ളിയിൽ പോകണം. ആരൊക്കെയാണ് പോകേണ്ടത്? അവൻ്റെ മാസ്റ്റർ പോകണം, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോകണം, പിന്നെ സീനിയർ ആയിരിക്കുന്ന നേരത്തെ അപ്രൻറ്റീസുകളൊക്കെ ഉണ്ട്, അവരൊക്കെ പോകാൻ നോക്കിയിരുന്നു. ആൻഡ് ദെൻ ടുക്ക് ഫ്രം ദ കബോർഡ്. അവൻ കബോർഡിൽ നിന്ന് അലമാരിൽ നിന്ന് എടുത്തു. എന്താ എടുത്തത്? എ ബോട്ടിൽ ഓഫ് ഇങ്ക്, ഒരു കുപ്പി മഷി, ആൻഡ് എ പെൻ വിത്ത് എ റസ്റ്റി നിബ്. തുരുമ്പ് പിടിച്ച നിബുള്ളൊരു പേനയും എടുത്തു. റസ്റ്റി നിബ്, തുരുമ്പുള്ള നിബ്. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ചുളുക്കമൊക്കെ പിടിച്ചൊരു ഷീറ്റ് അങ്ങനെ നിവർത്തി വെച്ചു, സ്പ്രെഡ് ചെയ്തു. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ. ചുരുണ്ട് മടങ്ങിയ പേപ്പർ ക്രംബിൾഡാണ്, അത് നിവർത്തി വെച്ചു. സ്പ്രെഡ് ഔട്ട് എ ക്രംബിൾഡ് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്. എഴുതാനിങ്ങനെ തയ്യാറായിരിക്കുക. ആൻഡ് വാസ് റെഡി ടു റൈറ്റ്. ബിഫോർ ട്രേസിങ് ദ ഫസ്റ്റ് ലെറ്റർ. ആദ്യത്തെ ലെറ്റർ ഒന്ന് എഴുതുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? ഹി ഗ്ലാൻസ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ. വാതിലിന് നേരെ പലവട്ടം നോക്കി, ഉത്കണ്ഠയോടെ നോക്കി. ഹി ഗ്ലാൻസ് സെവറൽ ടൈംസ് അറ്റ് ദ ഡോർ ആൻഡ് വിൻഡോ. ജനലിലോട്ട് നോക്കി. പിയർഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ. അവിടെ ഡാർക്ക് ഐക്കൺ ഉണ്ട്, ഒരു ഐക്കൺ മീൻസ് പ്രതിമ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പെയിൻറ്റിങ്സ്, അതൊക്കെയാണ് ഐക്കൺ. അങ്ങോട്ടേക്ക് നോക്കി, ഡാർക്ക് ഐക്കണിലേക്ക് നോക്കി. വിത്ത് ഷെൽസ് ഹോൾഡിങ് കോബ്ലേഴ്സ് ലാസ്റ്റ്. വിത്ത് ഷെൽസ് ഹോൾഡിങ് കോബ്ലേഴ്സ് ലാസ്റ്റിൽ. കോബ്ലറിൻ്റെ ഒരു ഉപകരണമാണ് കോബ്ലേഴ്സ് ലാസ്റ്റ്. സ്ട്രെച്ചിങ് ഓൺ ഐദർ സൈഡ് ഓഫ് ഇറ്റ്. ആ ഷെൽഫിൻ്റെ 2 വശത്തേക്ക് നിൽക്കുന്നുണ്ട്. അവിടെ ഇട്ട് അവൻ നോക്കി. ആൻഡ് ഗേവ് എ ക്യൂറിങ് സായ്. ഒരു ക്യൂറിങ് മീൻസ് വിറയലോടുകൂടി ഒരു നിശ്വാസം ഉതിർത്തുവാൻ. പേടിച്ചാണ് എഴുതാൻ പോകുന്നത്. പേപ്പർ ലേ ഓൺ ദ ബെഞ്ച്. ബെഞ്ച് സാധാരണ ഇരിക്കാനുള്ളതാണ്, പക്ഷേ ഇവൻ ആ ബെഞ്ചിലോട്ട് ഇത് കടലാസ് നിവർത്തി വെച്ചു. ആൻഡ് വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ. അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു. നീലിൻ്റെ പാസ്റ്റ് ടെൻസാണ് നെൽറ്റ്. അവൻ മുട്ടുകുത്തിയിരുന്നു. അറ്റ് ദ ബെഞ്ച്, ബെഞ്ചിന് സമീപം. എന്താണ്? അവൻ എഴുതാൻ പോവുക. ഹി നെൽറ്റ് ഓൺ ദ ഫ്ലോർ അറ്റ് ദ ബെഞ്ച്. ബെഞ്ചിന് സമീപം മുട്ടുകുത്തി അവൻ എഴുതാൻ പോവുകയാണ്. ഡിയർ ഗ്രാൻഡ് ഡാഡ്. വല്യച്ഛൻ്റെ വിളിക്കുന്നത് ഡിയർ ഗ്രാൻഡ് ഡാഡ്. എഴുതുന്ന വല്യച്ഛനാണ്. കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹി റോട്ട്സ്.
അവൻ എഴുതി, ഡിയർ ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റൻറ്റ് മെക്കാരിച്ച്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാൻ അങ്ങേക്കൊരു എഴുത്തെഴുതുകയാണ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാൻ അങ്ങേക്കൊരു എഴുത്തെഴുതുകയാണ്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. ഞാൻ അങ്ങേക്ക് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുകയാണ്. ആൻഡ് ഹോപ്പ് ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്. എനിക്കൊരു പ്രത്യാശയുണ്ട്, ദൈവം അങ്ങേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന്. ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്. ദൈവം അവിടുത്തെ ബ്ലെസ്സിങ്സൊക്കെ അങ്ങയുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മമ്മി. എനിക്ക് അച്ഛനില്ല, അതുപോലെ തന്നെ മമ്മിയുമില്ല. ആൻഡ് യു ആർ ഓൾ ഐ ഹാവ് ലെഫ്റ്റ്. എനിക്കിനി ആകെ അങ്ങ് മാത്രമേ ഉള്ളൂ. ഒൺലി യു, താങ്കൾ മാത്രമേ ഉള്ളൂ. ഓൾ ഐ ഹാവ് ലെഫ്റ്റ്, എനിക്കിപ്പോൾ ഉള്ളത്. വാങ്ക റൈസ്ഡ് ഹിസ് ഐസ് ടു ഡാർക്ക് വിൻഡോ പെയിൻ. വാങ്ക തൻ്റെ കണ്ണുകൾ ഉയർത്തി. എങ്ങോട്ടേക്കാണ് കണ്ണുകൾ ഉയർത്തി നോക്കിയത്? ടു ഡാർക്ക് വിൻഡോ പെയിൻ. ഇരുണ്ട ആ ജനാലപ്പാളികളിലേക്കാണ് നോക്കിയത്. ഇൻ വിച്ച് ദ റിഫ്ലക്ഷൻ ഓഫ് ദ ക്യാൻഡിൽ ഫ്ലിക്കേർഡ്. അവിടെ മെഴുകുതിരിയുടെ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടു. അത് ഫ്ലിക്കർ ചെയ്യുകയാണ്, അത് ഇളകിയാടുന്നുണ്ട്. ഇൻ ഹിസ് ഇമാജിനേഷൻ, തൻ്റെ ഭാവനയിലെ, ഹി ഡിസ്റ്റിങ്ക്ലി സോ ഹിസ് ഗ്രാൻഡ് ഡാഡ്. തൻ്റെ വല്യച്ഛനെ അവൻ വ്യക്തമായിട്ട് കണ്ടു. ഭാവനയിൽ തൻ്റെ വല്യച്ഛനെ വ്യക്തമായിട്ട് കണ്ടു. കോൺസ്റ്റാൻറ്റിൻ മെക്കാരിച്ച്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് ജെൻറ്റിൽ ഫോൾക്ക്. ഹി വാസ് എ നൈറ്റ് വാച്ച്മാൻ. അദ്ദേഹം ഒരു നൈറ്റ് വാച്ച്മാനാണ്. രാത്രി കാലങ്ങളിൽ നോക്കി നടക്കുന്ന ആൾ വാച്ച്മാനാണ്. രാത്രി കാലങ്ങളിലെ വാച്ച്മാനാണ്. ഓൺ ദ എസ്റ്റേറ്റ് ഓഫ് ജെൻറ്റിൽ ഫോൾക്ക് കോൾഡ് ഷിവാരേവ്. ഷിവാരേവ് എന്ന് പറയുന്ന ജെൻറ്റിൽ ഫോൾക്കിൻ്റെ അല്ലെ ധനാഢ്യരുടെ ഈ പറയുന്ന എസ്റ്റേറ്റ് വാച്ച് ചെയ്യുന്ന ആളാണ്. ഹി വാസ് സ്മോൾ. അദ്ദേഹം കുറിയ മനുഷ്യനാണ്. ലീനാണ്, മെലിഞ്ഞ ആളാണ്. ഓൾഡാണ്, പ്രായമുള്ളവരാണ്. ഓഫ് അബൌട്ട് 65. അദ്ദേഹത്തിന് ഏകദേശം 65 വയസ്സാകും പ്രായം തോന്നിക്കും. ബട്ട് റിമാർക്കബ്ലി ലൈവ്ലി. പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിൽ അദ്ദേഹം ലൈവ്ലിയാണ്, വളരെ ജീവസുറ്റ സ്വഭാവം കാണിക്കുന്നു. ആൻഡ് എജൈൽ, നല്ലവണ്ണം ശരീരം അനങ്ങി ജോലി ചെയ്യാനും എടുക്കാനും നടക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ആളാണ്. എജൈലാണ്. വിത്ത് എ സ്മൈലിംഗ് ഫേസ്. അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും ചിരിച്ച രൂപത്തിലായിരിക്കുന്നത്. സ്മൈലിംഗ് ഫേസാണ്. ആൻഡ് ഐസ് ബ്ലെയറി വിത്ത് ഡ്രിങ്ക്. മദ്യപിച്ചുകൊണ്ടായിരിക്കാം കണ്ണുകൾക്ക് ക്ഷീണമുണ്ട്. ബ്ലെയറിയാണ്. ബ്ലെയറി മീൻസ് ക്ഷീണിച്ച കണ്ണുകളാണ്. വിത്ത് ഡ്രിങ്ക്. ഇൻ ദ ഡേ ടൈം, പകലൊക്കെ, ഹീ ഐദർ സ്ലെപ്റ്റ് ഇൻ ദ കിച്ചൺ. അയാൾ ഒന്നുകിൽ അടുക്കളയിൽ കിടന്ന് ഉറങ്ങും. ഓർ സാറ്റ് ജോക്കിംഗ് വിത്ത് ദ കുക്ക്, അല്ലെങ്കിൽ കുക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് കിച്ചൺ മെയ്റ്റ്സ്, കുക്കിനോടോ കിച്ചൺ മെയ്റ്റ്സ് അടുക്കളക്കാരികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇൻ ദ നൈറ്റ്, രാത്രിയിൽ, ഹി റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. ഇൻ ദ നൈറ്റ്, രാത്രിയിൽ, ഹി റാപ്ഡ് ഹിംസെൽഫ്, അയാൾ സ്വയം പൊതിയും. റാപ്ഡ് ഹിംസെൽഫ് ഇൻ എ ഗ്രേറ്റ് ഷീപ്പ് സ്കിൻ കോട്ട്. ഒരു ചെമ്മരിയാടിൻ്റെ തോലിൽ ആ കോട്ടിൽ ഇലങ്ങ് പൊതിയും. വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദി എസ്റ്റേറ്റ്. എസ്റ്റേറ്റിൽ അങ്ങനെ വട്ടം കറങ്ങി നടക്കും, വട്ടത്തിൽ നടക്കും. ഹേ വോക്ക്ഡ് റൗണ്ട് ആൻഡ് റൗണ്ട് ദി എസ്റ്റേറ്റ് സൗണ്ടിങ് ഹിസ് റാറ്റിൽ. നടക്കുമ്പോൾ കയ്യിലൊരു റാറ്റിലുണ്ട്, കിലുക്കുണ്ട്. അത് കിലുക്കാൻ നടക്കുന്നത്. സൗണ്ടിങ് ഹിസ് റാറ്റിൽ, തൻ്റെ കിലുക്കാൻ നടക്കുന്നത്. 2 dogs, ഈൽ ആൻഡ് കഷ്ടാങ്ക, വുഡ് ഫോളോ ഹിം. 2 പേരുണ്ട്, അവർ പുറകെ നടക്കും. ഒരു പേര് ഈലെന്നും കഷ്ടാങ്കയെന്നുമാണ്. വുഡ് ഫോളോ ഹിം വിത്ത് ഡ്രൂപ്പിംഗ് ഹെഡ്സ്. തലേയും താത്തി പിടിച്ചുകൊണ്ട് ഡ്രൂപ്പിംഗ് ഹെഡ്സുമായിട്ട് ഈ നായ്ക്കൾ 2 പേരും ഇദ്ദേഹത്തിൻ്റെ പുറകെ പോകും. ഈൽ വാസ് നെയിംഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട്. ഈലിന് ആ പേര് ഇട്ടിരിക്കുന്നത് അവൻ്റെ ഈ കറുത്ത രോമം കൊണ്ടാണ്. ഹിസ് ബ്ലാക്ക് കോട്ട്, കറുത്ത രോമമുള്ള പട്ടിയാണ് ഈൽ. ആൻഡ് ലോങ് വീസൽ ലൈക്ക് ബോഡി. ശരീരമാണെങ്കിൽ ഈ നീർനായുടെ പോലെ, അല്ലെ കഴുനായുടെ പോലുള്ള ബോഡിയാണ്, അല്ലെ ഓട്ടറിൻ്റെ പോലുള്ള ബോഡിയാണ്. വീസൽ മീൻസ് ഒരുതരം ഓട്ടറാണ്, അല്ലെങ്കിൽ കഴുനായാണ്. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ. ഹി വാസ് വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുൾ ആൻഡ് ഇൻസിനുവേറ്റിംഗ്. ഹി മീൻസ് ഈ പറയുന്ന ഡോഗിൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ ഒരു വണ്ടർഫുള്ളി റെസ്പെക്റ്റ്ഫുള്ളാണ്. ആൾക്കാരുടെ റെസ്പെക്റ്റ്നെസ് പിടിച്ചു പറ്റുന്നയാളാണ്. ഇൻസിനുവേറ്റ്, സ്നേഹം പിടിച്ചു പറ്റുന്നയാളാണ്. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ് ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് അലൈക്ക്. ഒരുപോലെ ഫ്രണ്ട്സിനെയും ഫോയിനെയും ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ ഒരേ കണ്ണുകൊണ്ട് അപ്പീലിംഗ് ഗ്ലാൻസ് കൊണ്ട് നോക്കുന്നവനാണ്. ഹി ഹാഡ് ദ സെയിം അപ്പീലിംഗ് ഗ്ലാൻസ്. ഒരേ തരത്തിലുള്ള ഹൃദ്യമായ നോട്ടമാണ്. ഓൺ ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരെ അങ്ങനെയാണ് നോക്കുന്നത്, ഫ്രണ്ട്സിനെ നോക്കുന്നത് അങ്ങനെയാണ്. എല്ലായിക്കാണ് ഒരുപോലെ. ഇവിടെ ഇൻസ്പയർഡ് കോൺഫിഡൻസ് ഇൻ നോ വൺ. പക്ഷേ ആരിലും അങ്ങനെ വലിയ ആത്മവിശ്വാസം ഒന്നും ഉണ്ടാക്കി കൊടുക്കുകയില്ല. നമുക്ക് അടിക്കുകയോ ഇല്ലെന്നും തീർച്ചപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേ അവൻ നടക്കുകയുള്ളൂ. ഹിസ് ഡിഫറൻഷ്യൽ മാനർ. അവൻ്റെ ഡിഫറൻഷ്യൽ, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വ്യത്യാസപ്പെടുന്ന മാനറും ആൻഡ് ഡൊസൈലിറ്റി, അവൻ്റെ ഇണക്കവും. വേർ പ്രിടെക്സ്റ്റ് ഫോർ ഹിസ് കണ്ണിങ്നെസ്. അത് ഒരു നാട്യമാണ്. എന്തിനാണ്? ഫോർ ഹിസ് കണ്ണിങ്നെസ്. അവൻ്റെ ഈ കണ്ണിങ്നെസ്സിന്, ക്രൂക്കറ്റ്നെസ്സിനൊരു കാണിക്കാതിരിക്കാനുള്ള നാട്യമാണ്. എൻ്റെ ഹോസ്റ്റിലിറ്റി, വിരോധം കാണിക്കാതിരിക്കാനുള്ളൊരു നാട്യമാണ് ഈ പറയുന്ന ഇണക്കം കാണിക്കലൊക്കെ. ഹി വാസ് അഡപ്റ്റ്
അറ്റ് സ്റ്റീലിംഗ് അറ്റ് സ്നാപ്പ് അറ്റ് ഫുഡ് വളരെ അഡപ്റ്റാണ്. വളരെ അഡപ്റ്റ് മീൻസ് സ്കിൽഡാണ്. വളരെ പെട്ടെന്ന് ചാടി വേണമെന്ന് പിടിക്കും കാലയിലോട്ട്. ക്രീപ്പിംഗ് ഇൻ ടു ദ ഐസ് ഹൗസ്, അവനാണെങ്കിൽ ഐസ് ഹൗസിലേക്ക് അവനെ ക്രീപ്പ് ചെയ്തു പോകും സൂത്രത്തിൽ. ഐസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ വെക്കുന്ന പോലെ ഐസ് ഹൗസിലാണ് ഈ സാധനങ്ങളൊക്കെ ഇറച്ചിയൊക്കെ സൂക്ഷിക്കുന്നത്. ഓർ സ്നാച്ചിങ് ദ പെസൻസ് കിച്ചൺ, അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ചിക്കനെ അവൻ ചാടി പിടിച്ചെടുക്കും. ഹിസ് ഹൈൻഡ് ലെഗ്സ് ഹാഡ് ബീൻ സ്ലാഷ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, നല്ല തല്ല് കിട്ടുന്നുണ്ട് ഒരു കാലിന്, ഇടയ്ക്കിടയ്ക്ക് അടി പോലെ മേടിക്കും. ആൻഡ് ഹാഡ് ബീൻ സ്ട്രങ് അപ്പ് ആൻഡ് ബീറ്റൺ വിത്ത് എൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ്, നല്ലപോലെ തന്നെ അടി മേടിക്കുന്നവനാണ്. ബീറ്റൺ അപ്പ് വിത്ത് എൻ ഇഞ്ച് ഓഫ് ഹിസ് ലൈഫ് എവരി വീക്ക്, ഓരോ ആഴ്ചയിലും ജീവൻ അങ്ങ് കടന്നു പോകുന്ന പോലെ നിലം വരെ അടിക്കും. ബട്ട് സർവൈവ്ഡ് ഇറ്റ് ഓൾ, പക്ഷേ ഒരിക്കലും അവനതുകൊണ്ട് ചാകാറില്ല, ജീവൻ രക്ഷപ്പെട്ടു പോരും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. Granddad was probably standing at the gate. വല്യച്ഛനിപ്പോൾ ഗേറ്റിൻ്റെ അടുക്കൽ നിൽക്കുകയായിരിക്കും. അറ്റ് ദിസ് മൊമെൻറ്റ്, ഈ സമയത്ത്. Screwing up his eyes to look at the bright red light coming from the church windows. അദ്ദേഹം എന്ത് ചെയ്യായിരിക്കാം? സ്ക്രൂവിങ് അപ്പ് ഹിസ് ഐസ്, കണ്ണ് ഇറുക്കി പിടിച്ച് നോക്കുന്നുണ്ടാവും. ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ചർച്ച് വിൻഡോസ്, ചർച്ച് വിൻഡോസിലൂടെ വരുന്ന ബ്രൈറ്റ് റെഡ് വെളിച്ചത്തെ, നല്ല വെളിച്ചത്തെ നോക്കാം, ബ്രൈറ്റ് റെഡ് വെളിച്ചത്തെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണ് ഇറുക്കി പിടിക്കുന്നുണ്ടായിരിക്കാം. സ്ക്രൂവിങ് അപ്പ് ഹിസ് ഐസ് ടു ലുക്ക് അറ്റ് ദ ബ്രൈറ്റ് റെഡ് ലൈറ്റ് കമ്മിങ് ഫ്രം ദി ചർച്ച് വിൻഡോസ്. ഓർ സ്റ്റംപിങ് അബൌട്ട് ഇൻ ഹിസ് ഫെൽറ്റ് ബൂട്ട്സ്, അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ഫെൽറ്റ് ബൂട്ടിട്ട് ഉറക്കച്ചവിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. ഫൂളിങ് വിത്ത് ദ സെർവൻസ്, അത് സെർവൻസിനെ പറ്റിക്കാനാണ്. ഫൂളിങ് വിത്ത് ദ സെർവൻസ്. ഹിസ് റാറ്റിൽ വുഡ് ബി ഫാഷൻ ടു ഹിസ് ബെൽറ്റ്, തൻ്റെ കിലുക്കൻ ബെൽറ്റിനോട് ചേർത്ത് ഉറപ്പിച്ചിരിക്കാം. ഹി വുഡ് ബി ത്രോവിങ് ഔട്ട് ഹിസ് ഹാംസ്, കൈകൾ വീശിയായിരിക്കും നടക്കുന്നത്, ത്രോവിങ് ഔട്ട് ഹിസ് ഹാംസ്. ആൻഡ് ഹഗിങ് ഹിംസെൽഫ് അഗേൻസ്റ്റ് ദ കോൾഡ്, തണുപ്പത്ത് സ്വയം ചുറ്റിപ്പിടിക്കുന്നുണ്ടായിരിക്കാം, ചങ്കത്ത് കൈകൾ പിണച്ച് ചേർത്ത് വയ്ക്കുന്നുണ്ടായിരിക്കാം. വിത്ത് ദിസ് ഓൾഡ് മാൻ സിറ്റർ, ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ ഇളിച്ച ചിരിയോടെ, ട്വിറ്റർ മീൻസ് ഒരുതരം ചിരിയാണ്. വിത്ത് ദ ഓൾഡ് മാൻ സിറ്റർ, പ്രായം ചെന്ന മനുഷ്യൻ്റെ ഇളിച്ച ചിരിയോടെ, പിഞ്ചിങ് എ മെയ്ഡ് ഓർ വൺ ഓഫ് ദ കുക്സ്, അടുത്ത അടുക്കളക്കാരിയെ ഞുള്ളിപ്പറിക്കുകയോ അല്ലെങ്കിൽ കുക്കിനെ നുള്ളുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഹാവ് എ നിപ്പ് ഹി വുഡ് സേ, അദ്ദേഹം പറയും, ഇതാ ഒരു നുള്ളെടുത്തോളൂ. ഹോൾഡിങ് ഔട്ട് ഈ സ്നിഫ് ബോക്സ് ഓഫ് വിമൻ, ആ സ്ത്രീകളുടെ നേരെ തൻ്റെ പൊടിക്കുപ്പി നീട്ടിക്കൊണ്ട് പറയും, ഒരു നുള്ളെടുത്തോളൂ എന്ന്. ദ വിമൻ വുഡ് ടേക്ക് എ പിഞ്ച് ആൻഡ് സ്നീസ്, സ്ത്രീകളാണെങ്കിലോ അവരൊരു നുള്ള് മൂക്കിപ്പൊടി എടുക്കും, ആൻഡ് സ്നീസ്, എന്നിട്ട് തുമ്മുകയും ചെയ്യും. ഗ്രാൻഡ് ഫാദർ വുഡ് ബി ഓവർകം വിത്ത് ഡിലൈറ്റ്, ഗ്രാൻഡ് ഫാദറിന് വളരെയധികം സന്തോഷവും. ബ്രേക്കിംഗ് ഔട്ട് ഇൻ ജോളി ലാഫർ, അദ്ദേഹം പെട്ടെന്ന് ചിരിക്കും, ജോളി ലാഫറായിരിക്കും, സന്തോഷം തീർന്ന ഒരു ചിരി. ആൻഡ് ഷൗട്ടിങ്, എന്നിട്ട് ഉറക്കം പറയും, ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്, മരവിച്ച മൂക്കൾക്ക് വളരെ നല്ലതാണെന്ന് പറയും. ഈവൻ ദ ഡോഗ്സ് വുഡ് ബി ഗിവൺ സ്റ്റഫ്, നായ്ക്കൾക്ക് പോലും അദ്ദേഹം ഈ സ്റ്റഫ് കൊടുക്കും. കഷ്ടാംഗ വുഡ് സ്നീസ്, കഷ്ടാംഗ തുമ്മും. ഷെയ്ക്ക് ഹെർ ഹെഡ്, അവളുടെ തല അവൾ കുലുക്കും. ആൻഡ് വോക്ക് അവേ ഒഫൻഡഡ് ആയിക്കൊണ്ട് അവൾ, അല്ലെങ്കിൽ അലോസരപ്പെട്ടവൾ നടന്നു പോകും. ബട്ട് ഈൽ ടു പൊളൈറ്റ് ടു സ്നീസ്, പക്ഷേ ഈലങ്ങനെയല്ല, അവൻ ഈസ് ടു പൊളൈറ്റ് ടു സ്നീസ്, അവന് തുമ്മാൻ പോലുമുള്ള പൊളൈറ്റ്നെസ് കൊണ്ട് തുമ്മാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വുഡ് വാഗ് ഹിസ് ടെയിൽ, അവൻ്റെ വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും. ആൻഡ് ദ വെദർ വാസ് ഗ്ലോറിയസ്, കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ദ വെദർ വാസ് ഗ്ലോറിയസ്, മഞ്ഞുണ്ടെങ്കിലും എല്ലാം നല്ലപോലെ തെളിഞ്ഞ് കാണാവുന്ന കാലാവസ്ഥയാണ്. ദേ ആർ സ്റ്റിൽ ട്രാൻസ്പെറൻറ്റ്, വായു നല്ല ട്രാൻസ്പെറൻ്റാണ്, ദൂരങ്ങൾ വരെ കാണാം, അകലെ ദൂരേക്ക് നോക്കിയാലും വസ്തുക്കൾ തെളിഞ്ഞ് കാണാം. ആൻഡ് ഫ്രഷ്, വളരെ ഫ്രഷായിട്ടുള്ള എയറാണ്. ആൻഡ് ഇറ്റ് വാസ് ദ യങ് ഫർ ട്രീസ് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ്, മഞ്ഞണിഞ്ഞ ചെറിയ ഫർമരങ്ങൾ. സ്റ്റുഡ് മോഷൻലെസ്, അവരനങ്ങാതെ നിന്നു. വെയിറ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ, ആരാണ് ചാകേണ്ടിയിരിക്കുന്നത്, ഉടനെ ചാകുന്ന ആരാണെന്നറിയാനാണ് അവരിങ്ങനെ നോക്കിയിരുന്നത്. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം, ആ സമയത്തൊരു മുയൽ ഓടി വരാം. അതങ്ങനെ ഓടി വന്നു. ഓവർ എ സ്നോ ഡ്രിഫ്റ്റ്, മഞ്ഞിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഹെയർ വന്നത്. സ്വിഫ്റ്റ് ആസ് ആൻ ആരോ, ഒരു അമ്പ് പോലെയാവും വന്നത്. ഗ്രാൻഡ് ഫാദർ വുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിങ്, ഗ്രാൻഡ് ഫാദറിന് ഒച്ച വെക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, നിൽക്കെവിടെയെന്നാണ് പറഞ്ഞത്. യു സ്റ്റപ്പ് ടെയിൽഡ് ഡെവിൾ, നീ കുറ്റുവാലൻ പിശാചെന്ന് പുള്ളി ഉറക്കെ വിളിച്ചു പറഞ്ഞു.
എന്തൊക്കെയാണ് ഈ ഹെയറും റാബിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് നോക്കാം. ഹെയറും റാബിറ്റും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഹെയർ രണ്ടും ഒരേ കുലത്തിൽപ്പെടുന്ന ജീവികളാണ്. ഹെയർ എന്ന് പറയുന്നത് മുൻകാലുകളും പിൻകാലുകളും ഒരേ നീളത്തിലുള്ള മുയലുകളാണ്. എന്നാൽ റാബിറ്റിനാകട്ടെ മുൻകാലുകൾക്ക് നീളക്കുറവും പിൻകാലുകൾക്ക് നീളം കൂടുതലുമാണ്. ഹെയർ എന്ന് പറയുന്നതിന് വലിപ്പം താരതമ്യേന കൂടും റാബിറ്റിനേക്കാളും. അപ്പോൾ ഇതായി തമ്മിലുള്ള വ്യത്യാസം. The grandfather would drag the tree to the big house. വെട്ടിയിട്ട മരം വലിച്ചുകൊണ്ട് ഗ്രാൻഡ് വലിയ വീട്ടിലേക്ക് പോകും. ആൻഡ് they would start decorating it. അത് ഡെക്കറേറ്റ് ചെയ്യും. അവർ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. മിസ് ഓൾഗ ഇഗ്നാത്യേവിന വാങ്കാസ് ഫേവററ്റ് വാസ് ദ ബിസിയസ്റ്റ് ഓഫ് ഓൾ. ഏറ്റവും ബിസി ആയിരിക്കുന്നത് വാങ്ക ഇഗ്നാത്യേവിനെയാണ്. അവരാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ വാങ്കയുടെ ഫേവററ്റാണ്. വായിൽ പെലഗേയ വാങ്കാസ് മദർ വാസ് അലൈവ്. ആ സമയത്ത് വാങ്കയുടെ അമ്മ പെലഗേയ വളരെ നല്ല രീതിയിൽ ജോലിയായിരിക്കും. ലൈവ് ആൻഡ് സർവീസ് ഇൻ ദി ബിഗ് ഹൗസ്. അവർ ആ വലിയ വീട്ടിൽ നന്നായി ജോലി ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഷി വാസ് അലൈവ്. നല്ല ശ്രദ്ധയോടെ എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പെലഗേയ എന്ന് പറയുന്ന വാങ്കയുടെ അമ്മ. ഓൾഗ ഇഗ്നാത്യേവിന യൂസ് ടു ഗീവ് വാങ്ക സ്വീറ്റ്സ്. ഓൾഗ ഇഗ്നാത്യേവിന എന്ത് ചെയ്യും? വാങ്കയ്ക്ക് സ്വീറ്റ്സൊക്കെ കൊടുക്കും. ആൻഡ് അമ്യൂസ് ഹെർസെൽഫ് ബൈ ടീച്ചിങ് ഹിം ടു റീഡ്. അവനെ വായിക്കാൻ പഠിപ്പിച്ച് അവൾ രസം കണ്ടെത്തും. അമ്യൂസ് ഹെർസെൽഫ് ബൈ ടീച്ചിങ് ഹിം ടു റീഡ്. കൊച്ചു വാങ്കയെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് രസം കണ്ടെത്തും ഓൾഗ ഇഗ്നാത്യേവിന. റൈറ്റ് ആൻഡ് കൗണ്ട് ടു 100. വായിക്കാൻ മാത്രമല്ല, റൈറ്റ് എഴുതാനും കൗണ്ട് ടു 100 100 വരെ എണ്ണാനും പഠിപ്പിക്കും. ആൻഡ് ഈവൻ ടു ഡാൻസ് ദ ക്വാഡ്രില്ലേ. ക്വാഡ്രില്ലേ പറയുന്നത് ഡാൻസ് ചെയ്യുന്നത് ഒരു നൃത്തമാണ്. ആ നൃത്തം ചെയ്യാനും പഠിപ്പിക്കും. ബട്ട് വെൻ പെലഗേയ ഡൈറ്റ്, പക്ഷേ എപ്പോഴാണ് പെലഗേയ മരിച്ചത്? ദോർഫൻ്റെ വാങ്ക വാസ് സെൻറ്റ് ഡൗൺ ടു ദ ബാക്ക് കിച്ചൺ. പെലഗേയ മരിച്ചു കഴിഞ്ഞപ്പം, അതായത് വാങ്കയുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം, ഹി വാസ് സെൻറ്റ് ബാക്ക് ടു ദ കിച്ചൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. വല്യച്ഛൻ്റെ അടുക്കളയിലേക്ക് അവർ പറഞ്ഞു മാറ്റി ഇവനെ. ആൻഡ് ഫ്രം ദ ടു മോസ്കോ. പിന്നീട് അവിടുന്ന് മോസ്കോയിൽ പോയി. മോസ്കോയിൽ എവിടെയാണ് പോയത്? ഷൂ മേക്കറായിരിക്കുന്ന അല്യാക്കിൻ്റെ അടുക്കലേക്കാണ് വിട്ടത്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്. വാങ്ക പറഞ്ഞു, മുത്തച്ഛ വരൂ, കം ടു മീ, എൻ്റെ അടുക്കൽ വരൂ. കണ്ടിന്യൂഡ് വാങ്ക, എഴുതുകയാണ്. കണ്ടിന്യൂഡ് വാങ്ക തുടർന്നു. ഐ ബെഗ് യു ഫോർ ക്രൈസ്റ്റ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. ക്രിസ്തുവിനെ ഓർത്ത് ദയവായി എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകൂ. പിറ്റി മീ അൺഹാപ്പി ഓർഫൻ. എന്നെ ദയവുണ്ടാകേണ്ട, ഞാനൊരു അൺഹാപ്പി ആയിരിക്കുന്ന അനാഥനാണ്, ഓർഫൻ അനാഥൻ. ദേ ബീറ്റ് മീ ഓൾ ദ ടൈം. അവരെന്നെ എപ്പോഴും തല്ലും. ആൻഡ് ഐ എം ഓൾവേസ് ഹംഗ്രി. ഞാൻ എപ്പോഴും വിശന്നാണ് ഇരിക്കുന്നത്. ആൻഡ് ഐ ആം സോ മിസറബിൾ ഹിയർ. ഇവിടെ എനിക്ക് വളരെയധികം കഷ്ടപ്പാടാണ്. ഐ ക്യാൻറ്റ് ടെൽ യു ഐ ക്രൈ ഓൾ ദ ടൈം. എനിക്ക് പറയാനാവില്ല, ഞാൻ എപ്പോഴും കരയും. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ഹിറ്റ് മീ. ഒരു ദിവസം യജമാൻ എൻ്റെ തല്ലി, എനിക്കിട്ട് അടിച്ചു. ഓവർ ദ ഹെഡ് വിത്ത് ലാസ്റ്റ് എടുത്തിട്ടായിരുന്നു തലക്കിട്ടൊന്ന് തല്ലിയത്. ആൻഡ് ഐ ഫെൽ ഡൗൺ. ഞാൻ വീണു. ആൻഡ് തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ് അഗെയിൻ. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും എഴുന്നേക്കില്ല. ഐ ഹാവ് സച്ച് എ മിസറബിൾ ലൈഫ്. ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് എൻ്റേത്. വേഴ്സ് ദാൻ എ ഡോഗ്സ്. ഒരു നായയുടെക്കാളും മോശമായൊരു ജീവിതം. ഐ സെൻഡ് മൈ ലവ് ടു അലിയോണ. അലിയോണയ്ക്ക് എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. വൺ ഐഡ് എഗർ ആൻഡ് കോച്ച്മാൻ. ആ വൺ ഐഡ് എഗറിനെയും ആ കോച്ച്മാനും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ആൻഡ് ഡോണ്ട് ഗീവ് മൈ കൺസർട്ടിന ടു എനി വൺ. കൺസർട്ടിന എന്ന എൻ്റെ വാദ്യോപകരണം ആർക്കും കൊടുക്കല്ലേ. ഐ റിമെയിൻ യുവർ ഗ്രാൻഡ് സൺ ഇവാൻ സുഖോവ്. ഞാനിത് നിർത്താൻ പോവുകയാണ്. ഗ്രാൻഡ് സൺ ആയിരിക്കുന്ന ഇവാൻ സുഖോവ് ഡിയർ ഗ്രാൻഡ് ഡാഡ് ഡു കം. ദയവായി വരണേ എന്ന് പറഞ്ഞ് എഴുത്തു നിർത്തി. വാങ്ക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ 4. 4 എഴുതിയ കടലാസൊക്കെ മടക്കി. ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു ആൻ എൻവലപ്പ്. അത് കവറിൽ വെച്ചു. വിച്ച് ഐ ഹാഡ് ബോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കോപ്പക്. ഒരു കോപ്പക്കിന് തലേന്ന് മേടിച്ചതാണ്. അതിലാണ് ഇപ്പം എഴുതിയ കടലാസം മടക്കിയിട്ട്. ദെൻ ഹി പോസ് ടു തിങ്ക്. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. ഡിപ്റ്റ് ഹിസ് പെൻ ഇൻ ടു ദ ഇൻകുപോർട്ടിലേക്ക് മഷ്കുപ്പിയിലേക്ക് പേന വെച്ചു, താഴ്ത്തി. ആൻഡ് റോട്ട്. എന്നിട്ട് എഴുതി ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജിലെ വല്യച്ഛന്. സ്ക്രാച്ച് സെറ്റ്. തല വീണ്ടും ചൊറിഞ്ഞു. തോട്ടൊക്കെ വീണ്ടും ആലോചിച്ചു. ദെൻ ആഡഡ്. എന്നിട്ട് എഴുതി ടു കോൺസ്റ്റാൻറ്റിൻ മെക്കാറിച്ച്
പേരെഴുതി, അച്ഛൻ്റെ പേര് കോൺസ്റ്റന്റ് മകാർജ് എന്നെഴുതി. പ്ലീസ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്. ആരും തന്നെ ഈ എഴുതുന്നതിൽ നിന്ന് തടസ്സപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ അവനത് പ്ലീസായിട്ട് അവനത് മടക്കി. ഹി പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്. ആരും തന്നെ എഴുതുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് അവനത് മടക്കി. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്പ്. തൊപ്പി എടുത്തു വെച്ചു. ആൻഡ് റാൻ ഔട്ട് ടു ദ സ്ട്രീറ്റ് വിത്തൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓവർ ഹിസ് ഷർട്ട്. ഷർട്ടിൻ്റെ മുകളിലോട്ട് കോട്ടിടാതെ വേഗം അങ്ങ് ഓടി. ദ മെൻ അറ്റ് ദ ബുച്ചേഴ്സ് ടോൾഡ് ഹിം. അത് അപ്പോൾ വാതിക്കലത്തെ അവിടെ പോകുന്ന വഴിയിൽ ഇറച്ചിക്കടയിൽ അവർ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൻ ഹി ആസ്ക്ഡ് ദം ദ ഡേ ബിഫോർ. കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞിരുന്നു ദാറ്റ് ദ ലെറ്റേഴ്സ് ആർ പുട്ട് ഇൻ ദ ലെറ്റർ ബോക്സസ്. ലെറ്റേഴ്സൊക്കെ വന്ന് ലെറ്റർ ബോക്സിൽ ഇടുന്നത്. ആൻഡ് ഐ ആം ദീസ് ആൻഡ് ഫ്രം ദീസ് ബോക്സസ്, ഈ ബോക്സസിൽ നിന്ന് സെൻഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തും കൊണ്ടുപോകും. ഓൺ മെയിൽ കോച്ചസ്. അത് മെയിൽ കോച്ചസാണ് വരുന്നത്. 3 ഹോഴ്സസ് ആൻഡ് ഡ്രങ്കൻ ഡ്രൈവേഴ്സ്. കുടിയന്മാരായ ഡ്രൈവേഴ്സ് 3 കുതിരയൊക്കെ ഉള്ള വണ്ടിയാണ് വരുന്നത്. ആൻഡ് ജിംഗ്ലിംഗ് ബെൽസ്. അതായത് ജിംഗ്ലിംഗ് ബെൽസൊക്കെ ഉണ്ട് ഈ തപാൽ വണ്ടി വരുമ്പോൾ. വാങ്ക റാൻ ആസ് ഫാർ ആസ് ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ് വരെ വാങ്ക വേഗത്തിൽ ഓടി. ആൻഡ് ഡ്രോപ്ഡ് ഹിസ് പ്രഷ്യസ് ലെറ്റർ ഇൻ ടു ദ സ്ലിറ്റ്. സ്ലിറ്റിലേക്ക് അതിൻ്റെ ആ സ്ലിറ്റിലേക്ക് അവിടവിലേക്ക് അവൻ എന്ത് ചെയ്തു? ആ പ്രഷ്യസ് ലെറ്റർ ഇട്ടു. അവൻ്റെ വിലയേറിയ ലെറ്റർ അതിൻ്റെ ഉള്ളിലിട്ടു. ആൻഡ് അവർ ലേറ്റർ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, ലെഡ് ബൈ റോസി ഹോപ്സ്, നല്ല പ്രത്യാശയോടുകൂടി തൻ്റെ അതിന് അങ്ങനെ പ്രത്യാശയൊക്കെ ഉണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വെച്ച് താരാട്ട് അതിൻ്റെ അത് ആഗ്രഹങ്ങളുടെ താരാട്ടുപാട്ടോടുകൂടി ഹി വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. അവനങ്ങ് ഉറങ്ങി. സ്വപ്നത്തെ അവൻ ഓർക്കുന്ന സ്വപ്നം കണ്ടു. ഹി ഡ്രീംഡ് ഓഫ് എ സ്റ്റാഫ്. ഒരു സ്റ്റവിൻ്റെ സ്വപ്നം കണ്ടു. ഓൺ ദ സ്റ്റവ് ലഡ്ജ് സാറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ. നെരുപ്പോട് പോലുള്ള സ്ഥലം, അതിൻ്റെ ചുവട്ടിൽ അടുക്കല്ല ഗ്രാൻഡ് ഫാദർ ഇരിക്കുന്നു. ഹിസ് ബെയർ ഫീറ്റ് ഡാംഗ്ലിംഗ്. അദ്ദേഹത്തിൻ്റെ ബെയർ ഫീറ്റ്, ചെരുപ്പൊന്നും ഇല്ലാത്ത കാലിങ്ങനെ ആട്ടിക്കൊണ്ടായിരിക്കുന്നത്. റീഡിങ് ദ ലെറ്റർ ടു ദ കുക്സിനോടൊക്കെ തൻ്റെ ലെറ്റർ കിട്ടിയത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ്. ഈലാണെങ്കിൽ തൊട്ടടുക്കലുണ്ട്. അവൻ മുന്നോട്ടും നടക്കുക. ഹി വാസ് വാക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ്. പിന്നോട്ടും നടക്കുകയാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റവിന് മുന്നിൽ വാഗിങ് ഹിസ് ടെയിൽ, തൻ്റെ വാലാട്ടിക്കൊണ്ട്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.